കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റൺവേ വികസന പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരിയിൽ തുടക്കമാകും. സാങ്കേതിക തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ വ്യക്തമാക്കി. കരിപ്പൂരിലേക്ക് വലിയ വിമാന സർവീസുകൾ വൈകാതെ പുനരാരംഭിക്കുമെന്ന് ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയയിലെ നിർമ്മാണങ്ങൾക്കാണ് ഫെബ്രുവരിയിൽ തുടക്കമാവുക. കരിപ്പൂരിൽ ചേർന്ന വിമാനത്താവള ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടി പൂർത്തിയായി. താമസക്കാർ ഒഴിഞ്ഞ കെട്ടിടങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള നടപടി വേഗത്തിലാക്കാൻ KSEBയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രസനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപേ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കണമെന്ന സമ്മർദ്ദം തുടരുമെന്ന് വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. രസനിർമ്മാണം തുടങ്ങാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ വൻ വിമാന സർവീസ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ പുനരാരംഭിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ശക്തമായിട്ട് ആവശ്യം ഇന്നത്തെ ഉപദേശക സമിതി വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പുതിയ ആഭ്യന്തര സർവീസും വിദേശ സർവീസും ഒക്കെ തുടങ്ങണം എന്നുള്ള ആവശ്യമുണ്ട്. ചിലത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. 2020-ലുണ്ടായ വിമാനാപകടത്തെ തുടർന്നാണ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ അപകടത്തിൽപ്പെട്ടത് ചെറുവിമാനമാണെന്നും അപകട കാരണം വിമാനത്താവളത്തിന്റെ പരിമിതികളല്ലെന്ന അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി. ടേബിൾ ടോപ്പ് വിമാനത്താവളമായ കരിപ്പൂരിൽ റസ നിർമ്മിക്കുന്നതിന് നിലവിലെ റൺവേ നിരപ്പിൽ മണ്ണിട്ടുയർത്തണം. വ്യോമഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവും റസ വിപുലീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നു. റൺവേ വികസനം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമാണ്. ഉദ്യോഗസ്ഥർ പറയുന്ന പ്രകാരം ഫെബ്രുവരി ആദ്യവാരം തന്നെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചാൽ രാജ്യത്തെ ഏറ്റവും അധികം വരുമാനമുള്ള വിമാനത്താവളങ്ങളിലൊന്നായ കരിപ്പൂർ വിമാനത്താവളത്തിനും അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറും. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.